ചേട്ടാ ചേട്ടാ ഇതെന്താണ് കയ്യിലെന്താ ഞാൻ കട്ടായില്ലടി, ഞാൻ അവിടെ എടുത്താണ്. പതുക്കെ ഞാൻ അവിടെ വെളിച്ചെണ്ണ കുപ്പി ഇരിക്കണ എണ്ണ തേക്കണ്ട. ഞാൻ ആ വെളിച്ചെണ്ണക്ക് തീ പിടിച്ച വരെ. നിങ്ങളൊരു നാട് നിർത്തലേ മനുഷ്യ. ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാനുള്ളതാണ്. നിങ്ങൾ എന്തിനാ പോകുന്നത്? നിങ്ങൾക്കിവിടെ വെളിച്ചെണ്ണ ഇല്ലേ? കോശിച്ചാൻ വിളിക്കണ്ട്. ചെന്നു പറഞ്ഞ അവസാനം എന്റെ ദേവി കോശിച്ചാൻ വിളിക്കുന്നു. നീ ഒന്ന് ചെല്ലി ചെല്ലി പറഞ്ഞ അവസാനം പറ്റിപ്പോയി. ഈ മനുഷ്യനെ നാണം എടുത്തു. കോശിച്ചാൻ വിളിക്കുന്നു. ചെല്ലടി എന്റെ ദേവി. നീ അവിടെ ചെന്ന് ആ വെച്ചിട്ട് അവിടെ പോയി എന്തൊരു കഷ്ടമാണ് മനുഷ്യനെ കൊണ്ട്. ചേട്ടാ പറഞ്ഞാ മുരളി ഇറങ്ങി ഓടാതെ എന്റെ വെളിച്ചെണ്ണ കൊണ്ടുപോയി. എന്താ ചേട്ടാ? ഞാനേ കുളിക്കാനായിട്ട് എണ്ണ തേച്ചോണ്ടിരിക്കുവായിരുന്നു. നോക്കിയപ്പോ എണ്ണ കാണുന്നില്ല. നോക്കിയപ്പോ ഇവന് എണ്ണയും കൊണ്ട് ഓടുന്നു. ഇവനെന്താ വട്ടുണ്ടോ? വെളിച്ചെണ്ണ ചോദിക്കട്ടാ. ആ വെളിച്ചെണ്ണ. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോഴത്തെ വില അറിയാമോ നിങ്ങൾക്ക്? സ്വർണത്തിനെക്കാട്ടി വിലയാ. പെണ്ണുമ്പിള വളരെ പാടുപെട്ടാണ് എണ്ണ തേക്കുന്നത്. അപ്പൊ ഇവൻ എടുത്തോണ്ട് പോയി. ആലിബാബ. അത് ആലിബാബ. ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. സുപ്രീം കോടതി വരെ പോകും. നിങ്ങൾക്ക് അറിയാമോ വെളിച്ചെണ്ണയുടെ വില? പേപ്പറൊക്കെ നോക്കും. എന്റെ പൊന്നു കോശിച്ചായ വിടല്ലേ. ഇതിന്റെ അടുത്തുള്ളവരൊക്കെ കേൾക്കും. അത് അവനോട് ഓർമ്മ. ഞാൻ എന്നെ എടുപ്പിക്കില്ല. അങ്ങനെയൊന്നും അത് എടുക്കൂല. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അവനത് ആശുപത്രിയിലും കൊണ്ട് കാണിക്കും. കാണാൻ വലിയ ചുമടാണ്. വലിയ വീട് വണ്ടി കാര്യങ്ങൾ അതാണ് എണ്ണ മോട്ടിച്ചോണ്ട് പോകുന്നത്. അതും വെളിച്ചെണ്ണ. അത് അവനെ കൂടെ അവനെ നോക്കണമല്ലോ. വെളിച്ചെണ്ണ മേടിച്ചു തരാഞ്ഞേ. ആ മേടിച്ചു തന്നു. അവനെ ആശുപത്രി കൊണ്ടാക്കും. പക്ഷേ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ട് വരാട്ടാ. അവൻ കാണാൻ നല്ല സുന്ദരനാണല്ലോ, സിംഹനാണല്ലോ. അവൻ ഇതാണ് അസുഖം. അസുഖമൊന്നുമില്ല ചേട്ടാ. അതൊരു അബദ്ധം പറ്റിയതല്ലേ. അബദ്ധമൊന്നുമല്ല. അത് മനപ്പോടെ അവനെ ആശുപത്രി കൊണ്ട് കാണിക്കും. മാലയും അസുഖമൊക്കെ ഇട്ട് സുന്ദരനായിട്ട് നടക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു നടക്കല്ലേ ചേട്ടാ. അതൊന്നും സ്വർണത്തിന്റെ വിലയാകും വെളിച്ചെണ്ണയ്ക്ക്. അവരെ കൊണ്ട് ആശുപത്രി കൊണ്ട് കാണിക്കും. വെളിയിലോട്ട് വേണം. നിന്നെ കണ്ടോളാം ഞാൻ. നീ ആലിബാബായ അറാമി കള്ളൻ. നീ വെളിയിലോട്ട് വരുമല്ലോ. സൂക്ഷിച്ചോളാം. മണ്ടനാണ്. പൊട്ടൻ. നീ വെളിയിലോട്ട് വരുമല്ലോ. കാണാം. ഒരു തുണി വെളിച്ചെണ്ണക്ക് വേണ്ടിട്ടല്ലേ? ഇത് വേണ്ടിട്ടാ 10-20 ദിവസം ഗൾഫിൽ എന്ത് വന്ന ആളാണ്. പ്രവാസികളൊക്കെ ദരിദ്രവാസി. നിങ്ങളെ ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇറങ്ങി പോവരാ. പറഞ്ഞാ Oh.
ഇതാണ് നടന്നത്. എന്തിനാണ് എന്തൊക്കെയാ മേടിച്ചെണ്ണ പോകുന്നത്? ഇത്തിരി മേടിച്ചെണ്ണ നിങ്ങൾ വലിയ എഞ്ചിന്മാരായിട്ട് റിപ്പോർട്ടല്ല ആണോ ഉണ്ട്? എന്തിനാണ് നാളെ മേടിച്ചെണ്ണ? ആ മതിലിന്റെ മുഖത്തൊരു വെളിച്ചെണ്ണ കുത്തി ഇരിക്കാണ്ട് ഞാൻ എടുത്തതാണ്. അന്ന് അവിടെ ഇരിക്കാണ്ടപ്പോഴേക്കും അപ്പുറത്തേക്ക് മറിഞ്ഞു വേണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തത്. വെളിച്ചെണ്ണ തീ പിടിച്ച വിലയല്ലേ ഞാനെന്തിനാ കള്ളത്തരം കാണിക്കാൻ നടക്കുന്നത്? ഞാൻ കള്ളത്തരം കാണിച്ചല്ലേ ദേവി. ക്ഷമിക്ക് ഞാൻ ഇങ്ങനെ ഞാൻ എന്റെ വാർത്തകളൊക്കെ പോകുമ്പോട്ടാ നീ എന്നാണ് പോകുന്നു? ഞാൻ എന്റെ വീട്ടോട്ട് പോകും. നീ എവിടെയെങ്കിലും പോയി മൂലേ നീ പോണോ? നീ പോയി കഴിഞ്ഞാൽ തന്നെ പോണി വീട്ടിലേക്ക് പോ. പോണി ഞാൻ പോകാൻ പത്തിന്റെ പോ. ഒരു പറ്റാനില്ല.